കൊറിയർ അയക്കാൻ KSRTCയെ സമീപിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി അത് നടക്കില്ല. സേവനം മോശമാണെന്ന വ്യാപകമായ പരാതിയെ തുടർന്ന് കൊറിയർ സർവീസ് KSRTC താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ആന്ധ്രയിലെ സ്വകാര്യ ഏജൻസിയായ സിംഗു സൊല്യൂഷൻസിനായിരുന്നു കൊറിയർ സർവീസ് നടത്താനുള്ള ചുമതല. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കെ കഴിഞ്ഞ വർഷമാണ് പദ്ധതി ഈ സ്ഥാപനത്തെ ഏൽപ്പിച്ചത്. സേവനം അവസാനിപ്പിക്കാൻ അധികൃതർ ഇവർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു. KSRTCക്ക് കൊറിയർ സർവീസിലൂടെ മികച്ച വരുമാനം ലഭിച്ചിരുന്നു. കൂടുതൽ പ്രൊഫഷണലാകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ ഏജൻസിയെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചുമതല ഏൽപ്പിച്ചത്. നിലവിൽ സർവീസ് അവസാനിപ്പിച്ചെങ്കിലും വീണ്ടും ടെൻഡർ ക്ഷണിക്കാനാണ് നീക്കം. വരുമാനം കുറഞ്ഞതിന് പുറമെ കൊറിയർ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നില്ലെന്ന കാരണത്താലാണ് സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കിയത്. ജൂലൈ 29 മുതൽ ബുക്കിംഗ് സ്വീകരിക്കേണ്ടെന്നാണ് ജീവനക്കാർക്ക് ലഭിച്ച നിർദ്ദേശം. ടിക്കറ്റ് വരുമാനത്തിന് പുറമെ KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് കൊറിയർ സർവീസ്. ടെൻഡർ ക്ഷണിച്ച ശേഷം മറ്റ് കമ്പനികൾ വന്നില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സർവീസ് നടത്താനാണ് KSRTCയുടെ തീരുമാനം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.